തയ്യൽക്കാരിയുടെ മറഞ്ഞിരിക്കുന്ന തുന്നലുകൾ. നാസി അധിനിവേശ പാരീസിൽ റേച്ചൽ ബേൺസ്റ്റൈൻ എന്ന ജൂത തയ്യൽക്കാരി ജർമ്മൻ ഓഫീസർമാരുടെ ഭാര്യമാരുൾപ്പെടെയുള്ള സമ്പന്നരായ ഇടപാടുകാരെ പരിപാലിക്കുന്ന ഒരു ചെറിയ വസ്ത്രശാല നടത്തിയിരുന്നു. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവൾ ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ പ്രധാന അംഗമായിരുന്നു. റേച്ചൽ തന്റെ തയ്യൽ കഴിവുകൾ ഉപയോഗിച്ച് കോട്ടുകളിലും വസ്ത്രങ്ങളിലും മറഞ്ഞിരിക്കുന്ന പോക്കറ്റുകൾ സൃഷ്ടിച്ചു. അവിടെ അവൾ വ്യാജ തിരിച്ചറിയൽ പേപ്പറുകൾ, റേഷൻ കാർഡുകൾ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യഹൂദ കുടുംബങ്ങൾക്കായി മാപ്പുകൾ എന്നിവയിൽ തുന്നിക്കെട്ടി. ഓഫീസർമാരുടെ ഭാര്യമാർ ഫിറ്റിംഗുകൾക്കായി വന്നപ്പോൾ വരാനിരിക്കുന്ന റെയ്ഡുകളെക്കുറിച്ചും നാസി പട്രോളിംഗുകളെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾ അവൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. ഒരു ദിവസം ഒരു ചെറുത്തുനിൽപ്പ് പോരാളി അവളോട് നിരാശാജനകമായ ഒരു അഭ്യർത്ഥന കൊണ്ടുവന്നു. ലിയ എന്നു പേരുള്ള ഒരു ജൂത പെൺകുട്ടിയെ ഉടൻ തന്നെ പാരീസിൽ നിന്ന് കടത്തിവിടണം. റേച്ചൽ പെട്ടെന്ന് തന്നെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം തയ്ച്ചു. അതിന്റെ ലൈനിങ്ങിനുള്ളിൽ തെറ്റായ തിരിച്ചറിയൽ പേപ്പറുകൾ ഉൾപ്പെടുത്തി. റേച്ചലിന്റെ അപ്രന്റീസായി വേഷം മാറി. നാസി ഗാർഡുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലിയ ഒരു സമ്പന്നനായ ക്ലയന്റുമായി കടയിൽ നിന്ന് ഇറങ്ങി. യുദ്ധം അവസാനിക്കുന്നതുവരെ റേച്ചൽ തന്റെ രഹസ്യ ജോലി തുടർന്നു. ഒരു സൂചി, നൂൽ, ധൈര്യം എന്നിവയല്ലാതെ ഡസൻ കണക്കിന് ജീവൻ രക്ഷിച്ചു. യുദ്ധാനന്തരം അതിജീവിച്ചവർ അവളെ ആദരിച്ചു. അവളുടെ വസ്ത്രശാല ശാന്തമായ ചെറുത്തുനിൽപ്പിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി മാറി. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.